ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ആനന്ദിനി ബാല സംവിധാനം ചെയ്ത് ഹണി റോസ് മെയിൻ ലീഡിലെത്തുന്ന ഒരു മലയാള ചലച്ചിത്രമാണ് റേച്ചൽ. ജാഫർ ഇടുക്കി, ബാബുരാജ് എന്നിവരും കൂടെ അഭിനയിക്കുന്നുണ്ട്. സോ അതിൻ്റെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ മലയാളത്തിലേക്ക് വരുന്നു. കാണാം എന്ത് സംഭവിക്കുമെന്ന്. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് കാട്ടി കയറുന്നു. ആനക്കൊമ്പ എന്നതാണ് ലക്ഷ്യം. പുതുക്കളം സോമൻ, ചാക്കുള ജോണിച്ചൻ, ഒറ്റക്കണ്ണം പീറ്റർ, അങ്ങനെ പലർക്ക് വേണ്ടി കാട് കയറിയ ഏറ്റവും പുതിയ ആളാ ജോയിനി. നമ്മുടെ നാട്ടിലെ പുതിയ താമസക്കാരനാ, ഗംഭീരവേട്ടക്കാരനാ. ഇവൻ പാലായി ദിവസം ഉണ്ടാക്കി കുറ്റിയും പറിച്ച് വന്നാന്നാ കേട്ടെ. ഇതില് ഗൈസ് ബാബുരാജിന് കുറച്ച് റോൾസ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. തുടക്കത്തിൽ ബാബുരാജിനാണ് ആ ബിൽഡപ്പ് കൂടുതൽ. അതിന് ഹണി റോസിന്റെ ഇൻട്രോ ഉണ്ട്. ആ ഇൻട്രോ കണ്ടിട്ട് എനിക്ക് അത് നമുക്ക് നോക്കാം. സിനിമ വരട്ടെ, സിനിമ കണ്ടാലേ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ചിലപ്പോൾ നന്നായേക്കാം. പ്രേമിക്കാൻ ധൈര്യമുണ്ടോ? പോത്തുചേയുടെ മോളെ പ്രേമിക്കാൻ ധൈര്യമുണ്ടോ? അല്ല, അവളാണ് ചോദിക്കുന്നത്. ചന്തുണ്ട് സിനിമയിൽ. പ്രേമിക്കാൻ ധൈര്യമുണ്ടെന്ന് ചോദിക്കുന്ന ആളായിരുന്നു അറിയാമല്ലോ ഗൈസ്. വരുൺ ദൃശ്യത്തിലെ വരുണാണ്. വരുൺ ട്രെയിലറ് ഇതുവരെ നോക്കട്ടെ ഗൈസ്. ആദ്യത്തെ പുതുമഴയ്ക്ക് വേട്ടക്കാരൻ കാടുകൾ സംഭവം കൊലപാതകം, അത് ഉറപ്പാണ്. അതേലായിട്ട് വരുന്നുണ്ട്. അതെന്റെ പുറകെ തന്നെയുണ്ട്. തീ വീണത് കാട്ടിലല്ല, അപ്പന്റെ നെഞ്ചത്താണ്. ഓ, അവരെ മോളായിട്ട് വരുമെന്നാണ് തോന്നുന്നത്. വേട്ടക്കാരന്റെ മകയാ ജോയി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പക ആനപ്പക പോലെ. മലയാളം, തമിഴ്, ഹിന്ദി എല്ലാത്തിലും ഉണ്ട് പടം. ഹണി റോസ് ഇന്നാൻഡാസ് എബ്രിഷൈൻ പ്രസൻസ്. ട്രെയിലർ കണ്ടിട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ട്രെയിലർ. ആൻഡ് ഹണി റോസിനെ റോള് ചേരുന്നു എന്ന് എനിക്ക് തോന്നുന്നുമില്ല ട്രെയിലറിൽ കണ്ടിട്ട്. അതൊരു ആ ഒരു ഫീൽ, ആ ഒരു പ്രസൻസ് ഒന്നും തോന്നുന്നില്ല. എനിക്ക് ഒട്ടും ചേരാത്ത പോലെയാണ് തോന്നിയത്. ആൻഡ് ട്രെയിലറും വെറും ബിൽഡപ്പിലായിട്ട് മാത്രം പോയതുപോലെ ഒരു ഫീൽ ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും ട്രെയിലറിൽ ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഇതിൽ കണ്ടപ്പോഴും ഹണി റോസിന് സിനിമ വരട്ടെ, സിനിമയിൽ ഇനി നന്നാകുമോ എന്ന് കണ്ടറിയണം. പക്ഷെ ട്രെയിലറിൽ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരുന്നാലും അല്ലെങ്കിൽ ആ ഒരു ദേഷ്യപ്പെടുന്ന ഡയലോഗ് ഡെലിവറി ഒന്നും ഓക്കെ ആയിട്ടൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു പടം വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന് സംശയമാണ്. കണ്ടുപോകാം. പക്ഷെ കാണാം, ചിലപ്പോൾ ഇങ്ങനെ ട്രെയിലർ മോശം പറഞ്ഞ് അല്ലെങ്കിൽ ട്രെയിലറിൽ ബാഡ് റിവ്യൂ വന്ന് ആ സിനിമ ജയിച്ച എത്രയോ സിനിമകളുണ്ട്. ആ സിനിമ വരുമ്പോൾ അവർക്ക് പ്രശംസ കിട്ടി ഒരുപാട്. ചിലപ്പോൾ ഇനി അങ്ങനെ വന്നേക്കാം. പക്ഷെ എന്തായാലും ട്രെയിലർ ഒട്ടും പോരാ ഗൈസ്. ട്രെയിലറിൽ ഒന്നുമില്ല സത്യം പറഞ്ഞ്. പടം വരട്ടെ.